ഹലോ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കായത്തോരനാണ്. എത്രത്തോളം ഈസി ആയിട്ട് ഉണ്ടാക്കാവോ അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരിക്കും. ദാ ഞാനിവിടെ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത്. പാചകമൊക്കെ അല്ലേ, കുറച്ച് പൊട്ടിത്തെറി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാവോ? ചെറിയ ജീരകം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽ മുളകാണ്. ഇനി നമുക്ക് അല്പം തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ചേർത്ത് വഴറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോ ഫ്ലെയിമിലായിരിക്കണം സ്റ്റൗ. അതേപോലെ ഇതങ്ങ് കരിഞ്ഞു പിടിക്കാനും പാടില്ല. ഒരുപാട് തേങ്ങ മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും തോരനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങയൊന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പച്ചമുളക് നെടുകെ പിളർന്നതാണ്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. സവാളയും തേങ്ങയൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായ, ഒരു 3 കായ എടുത്തിട്ട് ചെറുതായി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഈ തോരനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം എടുക്കും. ആ സമയത്ത് ഇങ്ങനെ അടിയിൽ കരിഞ്ഞു പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരല്പം 1-2 സ്പൂൺ വെള്ളം മാത്രം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാലും നമുക്ക് നല്ലോണം കുക്കായി കിട്ടും. ഇവിടെ മഞ്ഞൾപ്പൊടി പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കായത്തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.